വെൽക്കം ടു തെരക്ടർ. ഇന്ന് ന്യൂട്രീഷന്റെ വേറൊരു ടോപ്പിക്കിലേക്ക് പോകാം. മാൽന്യൂട്രീഷൻ. മാൽന്യൂട്രീഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാൽന്യൂട്രീഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം ആദ്യം. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ദെയർ ഈസ് ആൻ ഇംബാലൻസ് ഇൻ ന്യൂട്രീഷൻ, ഐദർ ഡെഫിഷ്യൻസി, എക്സസ് ഓർ ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ദ ബോഡി. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കുറവ്, എക്സസ് കൂടുതൽ, ഓർ ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ദ ബോഡി. പ്രോപ്പറായിട്ട് ന്യൂട്രിയൻസിന് കിട്ടിയാലും അത് ഇൻടേക്ക് ഉണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഒന്നുകിൽ ഡെഫിഷ്യൻസി ആയിരിക്കും, ഇല്ലെങ്കിൽ എക്സസ് ആയിരിക്കും, ഇല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ടൈപ്സ് നോക്കാം. 2 ടൈപ്പ് ഓഫ് മാൽ ന്യൂട്രീഷൻ ഉണ്ട്. ഒന്ന് അണ്ടർ ന്യൂട്രീഷൻ, 2 ഓവർ ന്യൂട്രീഷൻ. ഇപ്പോൾ പറഞ്ഞു ഡെഫിഷ്യൻസി കൊണ്ട് വരാം, എക്സസ് കൊണ്ട് വരാം. അപ്പോൾ അണ്ടർ ന്യൂട്രീഷൻ എന്താണെന്ന് നോക്കാം. ബോഡി ഡസ് നോട്ട് ഗെറ്റ് ഇനഫ് ന്യൂട്രിയൻസ്. അപ്പോൾ നമ്മൾ ന്യൂട്രിയൻസിനെ കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ന്യൂട്രിയൻസ്? ഓരോ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ഓരോ സബ്സ്റ്റൻസിനെയാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് അതുപോലുള്ള ന്യൂട്രിയൻസിനെ പ്രോപ്പറായിട്ട് ബോഡിക്ക് കിട്ടാത്ത കണ്ടീഷനാണ് അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അത് എക്സാമ്പിളാണ് പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ. പ്രോട്ടീനും എനർജിയും പ്രോപ്പറായിട്ട് കിട്ടാത്ത അവസ്ഥ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്ത സ്ലൈഡിൽ നോക്കാം. പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ്റെ മെയിൻ 2 കണ്ടീഷനാണ് കാർഷിയോർക്കർ ആൻഡ് മരാസ്മസ്. ഇനി ഓവർ ന്യൂട്രീഷൻ ആ വേർഡിൽ തന്നെ ഉണ്ട്. ഓവറായിട്ട് ന്യൂട്രിയൻസ് കൊടുക്കുന്നത്, എക്സസ് ഇൻടേക്ക് ഓഫ് ന്യൂട്രിയൻസ്, എക്സസ് ആയിട്ട് ന്യൂട്രിയൻസിനെ ഇൻടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബിസിറ്റി വരാം, ഡയബറ്റിസ് മെൽറ്റസ് വരാം, ഹൈപ്പർ ടെൻഷൻ അതുപോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരാം. അപ്പോൾ 2 ടൈപ്പ് പഠിച്ചു, അണ്ടർ ന്യൂട്രീഷൻ, ഓവർ ന്യൂട്രീഷൻ. ഇനി ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം, കാരണങ്ങൾ. ഇതിൽ പ്രൈമറി കോസാണ് പൂവർ ഡയറ്റ് ഓർ ഇൻആഡിക്വേറ്റ് ഇൻടേക്ക്. ഡയറ്റ് പ്രോപ്പർ അല്ല, പിന്നെ ആഡിക്വേറ്റ് ആയിട്ട് നമ്മൾ ബോഡിക്ക് വേണ്ടുന്ന തരത്തിലുള്ള ന്യൂട്രിയൻസിനെ നമ്മൾ ഇൻടേക്ക് ചെയ്യാത്തത്. അടുത്തത് ലാക്ക് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് പ്രോപ്പറായിട്ട് കിട്ടാത്ത കുട്ടികൾക്ക് നമുക്ക് ഈ പറയുന്ന മാൽ ന്യൂട്രീഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ പറയും 6 മന്ത് എക്സ്ക്ലൂസീവ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് അത്യാവശ്യമാണ്. അതിനുശേഷം വീനിങ് എന്ന് പറയും. ബ്രസ്റ്റ് ഫീഡിങ് പ്ലസ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസിനെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വേണം വീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കിട്ടാത്ത ആ കണ്ടീഷനിലും നമുക്ക് മാൽ ന്യൂട്രീഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി പോവേർട്ടി പ്രോപ്പറായിട്ട് അവർക്ക് ദാരിദ്ര്യം കാരണം പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസിനെ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി സെക്കൻഡറി കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഡിസീസ് കാരണം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ് ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇൻടേക്ക് ഉണ്ടാവാം, പക്ഷെ അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ചില ഡിസീസസ് ഉണ്ട്. അത് വിശദമായിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഇനി പുവർ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ അതിനെ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ചില കണ്ടീഷൻസിലും മാൽ ന്യൂട്രീഷൻസ് വരാം. ഈ ക്രോണിക് ഇൽനെസ്, ചില ദീർഘകാലമായിട്ടുള്ള ഒരു ഇൽനെസ് അതൊക്കെ കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ന്യൂട്രിയൻസിനെ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ മാൽ ന്യൂട്രീഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് സോഷ്യൽ ഫാക്ടേഴ്സിൽ ഇല്ലിറ്ററസി വരാം, ലാക്ക് ഓഫ് അവയർനെസ്. ഇല്ലിറ്ററസി കാരണവും നമുക്ക് അവയർനെസ് കുറവ് കാരണവും പ്രോപ്പറായിട്ട് ന്യൂട്രിയൻസിനെ എടുക്കാൻ പറ്റാത്ത, അതിനെക്കുറിച്ചൊരു ബോധമില്ല. ഏതൊക്കെ ന്യൂട്രിയൻസ് നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുണ്ടെന്നും അതിനെ പ്രോപ്പറായിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ബോഡിയിലുള്ളതെന്നും ഉള്ള ഒരു അവയർനെസ് ഇല്ലെങ്കിൽ നമുക്ക് മാൽ ന്യൂട്രീഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഫുഡ് ഹാബിറ്റ് ആൻഡ് കസ്റ്റം, അത് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ച പോലെ ഫുഡ് ഹാബിറ്റ്, നമ്മുടെ ഹാബിറ്റ് അതാണ്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റം അതാണ്, അത് ഫോളോ ചെയ്ത് വരുന്നത് കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ്, ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് എടുക്കാത്തതും എക്സസ് ആയിട്ട് എടുക്കുന്നതും ഒക്കെ കൊണ്ട് മാൽ ന്യൂട്രീഷൻ വരാം. അപ്പോൾ കോസസ് നമ്മൾ നോക്കി. ഏതൊക്കെ കോസസ്? പ്രൈമറി കോസസ് ഉണ്ട്, സെക്കൻഡറി കോസസ് ഉണ്ട്, സോഷ്യൽ കോസസ് ഉണ്ട്. ഇനിയും റിസ്ക് ഫാക്ടേഴ്സ്, ഇത് ആർക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? ഒന്ന്, ഇൻഫാൻസ് ആൻഡ് ചിൽഡ്രൻ. ഇൻഫാൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? 1 ഇയറിൽ താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഇൻഫാൻസ് എന്ന് പറയുന്നത്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടിയാലേ അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഗ്രോത്തും മെൻ്റൽ ഗ്രോത്തും ഒക്കെ പ്രോപ്പറായിട്ട് വരികയുള്ളൂ. പിന്നെ ചിൽഡ്രൻ, കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് വളർച്ചയും ബുദ്ധിവികാസവും ഒക്കെ ഓക്കെ ആവത്തുള്ളൂ. അടുത്തത് പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദർ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബേബിക്കും മദറിനും വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കൂടുതലായിട്ട് ഇൻടേക്ക് വേണം. പ്രോട്ടീൻ ആണെങ്കിലും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ ആണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻടേക്ക് ഇല്ലെങ്കിൽ മാൽ ന്യൂട്രീഷന് കാരണമാകാം. അടുത്തത് എൽഡർലി പീപ്പിൾ, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? അവർക്ക് ഡിസീസസ് കൂടുതൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി പേഷ്യൻ്റ് വിത്ത് ക്രോണിക് ഇൽനെസ്, ദീർഘകാലമായിട്ട് ചില ഡിസീസസ് ഉള്ളവർക്ക്
മാൽന്യൂട്രീഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി സൈൻസ് ആൻഡ് സിംറ്റംസ്. സൈൻസ് ആൻഡ് സിംറ്റംസ് മെയിനായിട്ടും ജനറലായിട്ട് വെയിറ്റ് ലോസ് വരാം, വീക്ക്നെസ് ആൻഡ് ഫാറ്റീഗ് വരാം, പൂവർ ഗ്രോത്ത് ഇൻ ചിൽഡ്രനിൽ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഏജിനനുസരിച്ച് അവർക്ക് വെയിറ്റ് ഹൈറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രോപ്പർ ആയിട്ട് അവർക്ക് വെയിറ്റും ഹൈറ്റും ഒന്നും കിട്ടാതിരിക്കും ഈ മാൽന്യൂട്രീഷൻ കാരണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഉണ്ട്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനിൽ വരുന്ന മെയിൻ 2 കണ്ടീഷൻസ് ആണ് കാർഷിയോർക്കർ ആൻഡ് മരാസ്മസ്. ഇതിൽ കാർഷിയോർക്കറിൽ നമുക്ക് സൈൻസ് ആൻഡ് സിംറ്റംസ് എഡിമ എന്ന് പറഞ്ഞാൽ സ്വെല്ലിംഗ് ഇൻ ദ ബോഡിയിൽ സ്വെല്ലിംഗ്, ഇങ്ങനെ ഫ്ലൂയിഡ് കളക്ഷൻ കാരണം സ്വെല്ലിങ്സ് വരാം. പിന്നെ മൂൺ ലൈക്ക് ഫേസ്, സ്വെല്ലിംഗ് കാരണം എന്താണ്, മൂൺ ലൈക്ക് ഫേസ് ആയിരിക്കും അവരുടേത്. പിന്നെ ഹെയറിലുള്ള കളർ ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. മരാസ്മസ് സിവിയർ വേസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഫാറ്റ് കുറവ് കാരണം അവർ കണ്ടില്ല, ഈ പിക്ചറിൽ കാണുന്ന പോലെയാണ് മരാസ്മസിലുള്ള കുട്ടികൾ ഇരിക്കുന്നത്. അതായത് അവരുടെ ഫാറ്റ് ഭയങ്കരമായിട്ട്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ട് അവർ മെലിഞ്ഞ് ഇതുപോലെ റിബ്സ് ഒക്കെ ഇങ്ങനെ കാണുന്ന അതുപോലെ ഇരിക്കും. പിന്നെ തിൻ ബോഡി ആയിരിക്കും, അവരുടെ നോ ഫാറ്റ്, അവരുടെ ഫാറ്റ് ഒക്കെയും ഈ പറയുന്ന പോലെ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് മരാസ്മസ് എന്ന് പറയുന്നത്. ഇതിൽ കാർഷിയോർക്കറിനെ കുറിച്ച് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ചിലപ്പോൾ എക്സാമിനൊക്കെ 3 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ് ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ. അതായത് പ്രോട്ടീൻ എനർജി, കലോറിയുടെയും ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് ഈ കാർഷിയോർക്കറും മരാസ്മസും. ഇതിൽ കാർഷിയോർക്കറിൻ്റെ മെയിൻ കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. ഇതിൽ ഈ ഫ്ലാഗ് സൈൻ എന്നൊക്കെ ഉള്ളത് നമുക്ക് PSC ടെസ്റ്റിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇതിൽ മെയിനായിട്ടും മൂൺ ലൈക്ക് ഫേസ് ആണ്. ഇപ്പം സ്വെല്ലിങ് നമ്മൾ പറഞ്ഞില്ല, എഡിമ കാരണം ഫേസും ബോഡിയും ഒക്കെ ഇങ്ങനെ സ്വള്ളനായിട്ടിരിക്കും, അതാണ് മൂൺ ലൈക്ക് ഫേസ്. ഇനി സ്പേസ് ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഹെയർ ഇങ്ങനെ ഉണ്ടാവില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹെയർ ഇങ്ങനെ നല്ലപോലെ നമുക്ക് സ്കിൻ കാണാൻ പറ്റുന്ന വിധത്തിലായിരിക്കും ഹെയർ ഉണ്ടാവുക. ഇനി ഫ്ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കാരണം ഒരു ഹെയർ തന്നെ പല കളറിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഡാർക്ക്, ലൈറ്റ് കളറ്, ബ്രൗൺ കളർ, ആ ഒരു രീതിയിൽ ഫ്ലാഗ് സൈൻ ആയിട്ടിരിക്കും. അതായത് ഫ്ലാഗ് എന്ന് പറയുന്നത് പല കളറിലല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്. അപ്പം ലോങ് ഹെയർ ആണെങ്കിലും അതിൽ പല കളറിലായിട്ടിരിക്കുന്നതുകൊണ്ടാണ് അതിനെ ഫ്ലാഗ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കാർഷിയോർക്കറിൽ നമുക്ക് മെയിനായിട്ടും ഫ്ലാഗ് സൈൻ ഉണ്ടാവും, സ്പേസ് ഹെയർ ഉണ്ടാവും, മൂൺ ലൈക്ക് ഫേസ് ആയിരിക്കും, അബ്ഡോമിനൊക്കെ ഇങ്ങനെ സ്വള്ളനായിട്ടിരിക്കും. നമ്മൾ നേരത്തെ ഒരു പിക്ചർ കണ്ടു, ഈ പിക്ചറിനകത്തിലെ പോലെ ഇങ്ങനെ വയറൊക്കെ വീർത്തിട്ടായിരിക്കും കുട്ടികളുടെ ഇരിക്കുന്നത്. പിന്നെ സ്വെല്ലിങ് ഇൻ ലെഗിലൊക്കെ സ്വെല്ലിങ്, അതായത് പ്രോട്ടീൻ കുറവ് കാരണം ഈ കുട്ടികളൊക്കെ ഇങ്ങനെ സ്വള്ളനായിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അടുത്തത് മരാസ്മസ് നോക്കാം. മരാസ്മസും കാർഷിയോർക്കറും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടില്ലേ, അവരുടെ ഫാറ്റ് ഒന്നും അവരുടെ ബോഡിയിൽ കുറവായിരിക്കും, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഭയങ്കര കുറവായിരിക്കും. അവരെ കണ്ടാൽ ഒരു ഇറിറ്റബിൾ ആയിട്ട് തോന്നും, സൺകൺ ഐസ് ഒക്കെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. ഓൾഡ് മാൻ ഫേസ് ആയിരിക്കും അവർക്ക്, അതായത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ ആയിരിക്കും അവരുടെ ഫേസ് ഇരിക്കുക. തിൻ മസിൽസ് ഒക്കെ കുറവായിരിക്കും, റിബ്സ് ഒക്കെ പ്രോമിനൻ്റ് ആയിട്ട് തോന്നും. അതായത് ഇപ്പം ഫാറ്റ് ഒക്കെ കുറവായതുകൊണ്ട് അവരുടെ സ്കിൻ ഇങ്ങനെ, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് അവരുടെ കുറവായതുകൊണ്ട് അവരുടെ റിബ്സ് ഒക്കെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ വീക്ക് ആയിരിക്കും അവർ. അപ്പോൾ ഇതൊക്കെയാണ് മരാസ്മസിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഇപ്പോൾ അസസ്മെൻറ്റ് ഓഫ് മാൽന്യൂട്രീഷൻ നോക്കാം. ഇതിൽ എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ കുട്ടികളൊക്കെ മാൽനറിഷ്ഡ് ആണോ എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തത് ബോഡി വെയിറ്റ് മാസ് മെഷർ ചെയ്യുക. അതായത് ബോഡി വെയിറ്റ്, നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഏജിനനുസരിച്ച് ഇത്ര ബോഡി വെയിറ്റ് വേണമെന്നുണ്ട്, അത് നമുക്ക് മെഷർ ചെയ്യാം. രണ്ടാമത് ഹൈറ്റ് ആൻഡ് BMI, ഹൈറ്റ് നോക്കാം. ഇപ്പോൾ അവരുടെ ഗ്രോത്ത് കുറവാണ്, ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് എന്ന് പറയും, അതായത് ഏജിനുള്ള അവർക്ക് ഹൈറ്റ് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ മാൽനറിഷ്ഡ് ആണെന്ന് പറയും. ആൻഡ് BMI എന്താണ്, ബോഡി മാസ് ഇൻഡെക്സ്, അതായത് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിനെ നമ്മുടെ ഹൈറ്റും വെയിറ്റും അനുബന്ധിച്ച് നോക്കുന്ന ഇതാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് മിഡ് ആം സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മാൽന്യൂട്രീഷൻ മനസ്സിലാക്കുന്ന, മാൽനറിഷ്ഡ് ആണോ എന്ന് മനസ്സിലാക്കുന്ന ഒരു മെയിൻ ടൂളാണ് MUAC, അതായത് മിഡ് ആം സർക്കംഫറൻസ്. മിഡ് ആം സർക്കംഫറൻസ് നമുക്ക് മെഷർ ചെയ്യുന്നത് ഈ അക്രോമിയൽ പ്രോസസ്സ്, അതായത് ഈ ബോണില്ലേ അവിടെ തൊട്ട് നമ്മുടെ എൽബോ വരെ ഉള്ളതിൻ്റെ മിഡ് ആമിൽ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഈ മിഡ് ആം സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ. ആ മിഡ് ആമിൽ നമ്മൾ മെഷർ ചെയ്യുമ്പം പ്രോപ്പറായിട്ട്, അതായത് ലെസ് ദാൻ 11.5, 11.5 താഴെയാണെങ്കിൽ നമ്മളത് സിവിയർ മാൽനറിഷ്ഡ് ആണെന്ന് പറയും. നോർമൽ 12.5 കൂടുതലായിരിക്കണമെന്നാണ് പറയുന്നത്. ഇനി ക്ലിനിക്കൽ എക്സാമിനേഷൻ, അവരുടെ ക്ലിനിക്കലായിട്ട് ഫിസിക്കലായിട്ട് അവരെ എക്സാമിൻ ചെയ്യുക.
പിന്നെ അതായത് ആ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടോ, നമ്മൾ ഇത്തിരി മുമ്പ് പഠിച്ചിട്ടുള്ള ക്വാഷിയോർക്കർ മെലാസ്മസ് അതുപോലെയുള്ള അവർക്ക് അതുപോലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത് അവരെ ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുക. ഇനി ഡയറ്ററി ഹിസ്റ്ററി, അവരുടെ പ്രോപ്പറായിട്ട് അവർ ബ്രസ്റ്റ് ഫീഡിങ് 6 മന്ത് എക്സ്ക്ലൂസീവ് ആയിട്ട് എടുത്തിട്ടുണ്ടോയെന്നും അതിനുശേഷമുള്ളവരുടെ വീനിങ് എങ്ങനെയായിരുന്നു എന്നുള്ള ഹിസ്റ്ററി ഒക്കെ എടുത്താൽ നമുക്ക് ഈ കുട്ടികൾ മാൽനറിഷ്ഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, മാൽ ന്യൂട്രീഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ന്യൂട്രീഷണൽ മെഷേഴ്സ് എടുക്കുക. എന്താണ്? ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യാം. അടുത്തത് ബ്രസ്റ്റ് ഫീഡിങ് ഫോർ ഫസ്റ്റ് 6 മന്ത്. പ്രോപ്പറായിട്ട് നമ്മൾ ഫസ്റ്റ് 6 മന്ത് ജനിച്ച് ഫസ്റ്റ് 6 മന്ത് പ്രോപ്പറായിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുക. അതിനുശേഷം വീനിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ, വീനിങ് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ്, അതായത് സാധാരണ അഡൽട്സ് ഇപ്പോൾ എടുക്കുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് തന്നെ ഈ വീനിങ്ങിലും കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇനി സപ്ലിമെൻ്ററി ഫീഡിങ്, ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് എടുക്കാൻ പറ്റാത്തതിന് പല റീസണുണ്ട്. ഇപ്പം എന്താണ്, പ്രോപ്പറായിട്ട് മദറിനോ ഓക്കെ അല്ല, എന്തെങ്കിലും ചില കണ്ടീഷൻസ് കൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ സപ്ലിമെൻ്ററി ഫീഡിങ് കൊടുക്കുക, അതായത് ബ്രസ്റ്റ് ഫീഡിങ്ങിന് തുല്യമായിട്ടുള്ള ഫീഡിങ് അവർക്ക് കൊടുക്കുക. അടുത്തത് ഹെൽത്ത് മെഷേഴ്സിൽ ഇമ്മ്യൂണൈസേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തന്നെ കോഴ്സിന് മെയിൻ ഒരു കാരണമാണ് ഈ ഇൻഫെക്ഷൻസ് ഒക്കെ, അബ്ഡോമിനൽ ഇൻറ്റസ്റ്റൈനിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് ഒരു കാരണമാണ്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രോപ്പറായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക. ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അതായത് പ്രോപ്പറായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കുക, അതായത് ക്ലീൻ ആയിട്ടുള്ള, അതായത് ഈ വാട്ടറിൽ നിന്നും ഈ പ്രോപ്പറായിട്ടുള്ള ഫുഡ് ഇല്ലാത്തത് കൊണ്ടും സാനിറ്റേഷൻ ഇല്ലാത്തത് കൊണ്ടും ഒക്കെയാണ്, പ്രോപ്പറായിട്ട് ഹാൻഡ് ഹൈജീൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ഈ ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത് കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസിനെ നമുക്ക് ബോഡിക്ക് കിട്ടാതെ ആവും. അതായത് അത് ഡയറി ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ന്യൂട്രിയൻസിനെ ബോഡിക്ക് പ്രോപ്പറായിട്ട് കിട്ടാത്ത അവസ്ഥ കൊണ്ട് മാൽന്യൂട്രീഷൻ വരാം. അതുകൊണ്ട് അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. അടുത്തത് എഡ്യൂക്കേഷൻ, പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷണൽ അവയർനെസ് കൊടുക്കുക. ഫീഡിങ് പ്രാക്ടീസസ് ഒക്കെ മദറിന് പറഞ്ഞു കൊടുക്കുക, പ്രോപ്പർ അവർക്ക് ബ്രസ്റ്റ് ഫീഡിങ് പ്രാക്ടീസസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് മാൽന്യൂട്രീഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് മാൽന്യൂട്രീഷനെ? ട്രീറ്റ്മെൻറ്റ് ഓഫ് അണ്ടർലൈനിങ് കോസസ്, എന്ത് കാരണം കൊണ്ടാണ് മാൽന്യൂട്രീഷൻ വരുന്നതെന്ന് കണ്ടുപിടിക്കുക, അതിനെ ട്രീറ്റ് ചെയ്യുക. ഇപ്പം തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡയറിയൊക്കെ കണ്ടിന്യൂസ് ഡയറിയൊക്കെ വരുന്നത്, ഇപ്പം കണ്ടിന്യൂസ് ഡയറിയൊക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക. ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് പ്രൊപ്പോർഷനിൽ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ഡയറ്റ് ഉണ്ടാവുക. ഇനി ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കുക. ഇനി തെറാപ്യൂട്ടിക് ഫീഡിങ് ഫോർ സിവിയർ കേസസിന് തെറാപ്യൂട്ടിക്കലി നമുക്ക് ഈ ഓരോ പ്രോട്ടീനും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് PSC ക്വസ്റ്റ്യൻസിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഈ മാൽ ന്യൂട്രീഷനിൽ നിന്ന്. ഒന്നാമത്താണ് ഫസ്റ്റ് ന്യൂട്രിയൻ അഫക്റ്റഡ് ഇൻ സ്റ്റാർവേഷൻ, അതായത് പട്ടിണി കിടന്നാൽ ഏത് ന്യൂട്രിയൻസ് ആണ് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത്? അത് കാർബോഹൈഡ്രേറ്റ് ആണ് കുറഞ്ഞത്, അതായത് എനർജി കുറഞ്ഞു പോകും നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ന്യൂട്രിയൻസ് അഫക്റ്റഡ് ഇൻ സ്റ്റാർവേഷൻ, അതാണ് കാർബോഹൈഡ്രേറ്റ്. അടുത്തത് ക്വാഷിയോർക്കർ ഈസ് കോസ്ഡ് മെയിൻലി ബൈ, നമ്മളിപ്പോൾ പഠിച്ചു ക്വാഷിയോർക്കർ എന്ത് കോസ് കൊണ്ടാണ് വരുന്നത്? പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ക്വാഷിയോർക്കർ വരുന്നത്. എന്തുകൊണ്ടാണ്? പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ക്വാഷിയോർക്കർ വരുന്നത്. അടുത്തതാണ് ഫ്ലാക്സ് സൈൻ ഇൻ ഹെയർ ഈസ് സീൻ ഇൻ. ഫ്ലാക്സ് സൈനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ഫ്ലാക്സ് സൈൻ ഏതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റം ആണ്? ക്വാഷിയോർക്കറിൻ്റെ സൈൻസ് ആണ് ഫ്ലാക്സ് സൈൻ, അതായത് നമ്മുടെ ഹെയറിൽ പല കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന, അതാണ് ഫ്ലാക്സ് സൈൻ എന്ന് പറയുന്നത്. ക്വാഷിയോർക്കറിലാണ് നമ്മൾ ഫ്ലാക്സ് സൈൻ കാണുന്നത്. അടുത്ത മരാസ്മസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, മരാസ്മസിൽ നമ്മൾ കണ്ട ഫോട്ടോ ഓർത്താൽ മതി. എന്താണ്? അതിൽ എഡിമയുണ്ടോ? ഇല്ല, മരാസ്മസിൽ എഡിമയില്ല, ഒബേസിറ്റി അല്ല, സിവിയർ മസിൽ വേസ്റ്റിംഗ് ആണ്, അതായത് അവരുടെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഒക്കെ കുറഞ്ഞ് അവർ തിന്നായിട്ടിരിക്കുന്നു, അതാണ് സിവിയർ വേസ്റ്റിംഗ്. പിന്നെ എൻലാർജ്ഡ് ലിവർ, അത് ക്വാഷിയോർക്കറിലാണ് നമ്മൾ കാണുന്നത്. ഇനി എഡിമ ഈസ് എ കീ ഫീച്ചേഴ്സ് ഓഫ്, എഡിമ എന്തിനാണ് കാണുന്നത്? ഇപ്പം നമ്മൾ പഠിച്ച ഏത് കണ്ടീഷനിലാണ് എഡിമ സ്വെല്ലിംഗ് കാണുന്നത്? ക്വാഷിയോർക്കറിലാണ് സ്വെല്ലിംഗ് അല്ലെങ്കിൽ എഡിമ കാണുന്നത്. ഇനി MUAC ഈസ് യൂസ്ഡ് ടു അസസ്, MUAC എന്ത് അസസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ MUAC അസസ്മെൻറ്റ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് നോർമൽ MUAC ഇൻ ചിൽഡ്രൻ. നോർമൽ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, ഗ്രേറ്റർ ദാൻ 12.5 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ MUACയുടെ നോർമൽ റേഞ്ച് ഇൻ ചിൽഡ്രൻ, ഗ്രേറ്റർ ദാൻ 12.5 സെൻറ്റിമീറ്റർ.
അടുത്തത് സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷനിൽ നമ്മുടെ MUAC എന്താണ്? അതായത് മിഡ് ആം സർക്കംഫറൻസ് എത്രയാ വരിക? ലെസ് ദാൻ 11.5 സെന്റിമീറ്റർ. 11.5 സെന്റിമീറ്ററിൽ കുറവായിരിക്കും സിവിയർ മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ മിഡ് ആം സർക്കംഫറൻസ്. ഓക്കെ, താങ്ക് യു.